ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങൾ ചിന്തിച്ചേ, ഒരാളുടെ ആത്മീയ വളർച്ചയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരാൾ എങ്ങനെയാണ് ആത്മീയമായി വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരും ചിന്തിച്ചേ, എങ്ങനെയാണ് നമ്മളിപ്പോൾ പോട്ട ആശ്രമത്തിലൊക്കെ വരുന്നവർ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരല്ലേ? പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പലരും പറയും, അച്ഛാ ഞങ്ങൾ എല്ലാ ദിവസവും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്, ഞങ്ങൾ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. എൻ്റെ ചോദ്യം, എന്താണ് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം വചനം. ഒരു കുഞ്ഞു വചനം വായിച്ചോ, നല്ല വചനം. 13-ാം അധ്യായം മുഴുവൻ പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിന്റെ ലക്ഷ്യം കൃത്യമായി 14-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു. വായിച്ചേ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. എന്നതാണ് ലക്ഷ്യം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്താ? ദൈവമേ ഞങ്ങളിൽ സ്നേഹം നിറയണമേ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ വേണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. സ്നേഹത്തിൽ എത്രത്തോളം വളരുന്നുണ്ടോ അതാണ് നമ്മുടെ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും ഈ പറഞ്ഞ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം വിജയിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇന്നത്തെ ദിവസത്തിൽ ഒരു ഹോംവർക്ക് നൽകുവാണ്. എന്താണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഏത് വിഷയവും ആ വിഷയത്തോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നാണെന്നറിയാവോ? ഞാൻ എത്രത്തോളം ഈ സ്നേഹത്തിൽ വളരുന്നു എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ആമേൻ, ആമേൻ. ചോദ്യം പിടികിട്ടിയോ? ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളരുന്നു? പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം ആരോട് ചോദിക്കണം? സ്വയം ചോദിക്കണം. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ സ്വയം ചോദിക്കുക, ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്, എത്രത്തോളം വളരുന്നു, എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനുമുള്ള ഉത്തരമാണ് ഈ ചോദ്യം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, സ്നേഹത്തിൽ നീ എത്രത്തോളം വളർന്നിട്ടുണ്ട്? ചോദിച്ചേ. ഞാനെന്നല്ലോ, നീ എന്നല്ല ചോദിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സ്നേഹത്തിൽ നീ എത്രത്തോളം വളർന്നിട്ടുണ്ട്? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം, അപ്പൊ ചിലർ ചിന്തിക്കും, ഇത് എന്നാ ചോദ്യം, മണ്ടത്തരം ചോദ്യം. ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്ന്. കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു സംഭവം. ഒരു മനുഷ്യൻ, അദ്ദേഹം ധ്യാനം കൂടാൻ വന്നു. ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഈ സംഭവം. ഇയാള് ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കഴിഞ്ഞ്, മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസം എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഇയാൾ മുറി വന്നിട്ട് പറയുവാണ്, അച്ഛാ ഞാൻ കുറച്ച് ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കൊള്ളാം, നല്ല ചേട്ടൻ, ധ്യാനം കൂടി നല്ല അഭിഷേകം കിട്ടിയ ചേട്ടൻ്റെ ആഗ്രഹം എന്താണ്? ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് ദിവസം നിന്നോട്ടെ. അപ്പം എൻ്റെ മനസ്സിൽ, ദൈവമേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത്ര ആഗ്രഹമുള്ള ഒരു ചേട്ടൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ല കാര്യം, നിന്നോ. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു കൗതുകം. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് ഒരു ആഗ്രഹം? അത്രയും അഭിഷേകം കിട്ടിയല്ലേ? അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഭിഷേകം ഉള്ളത് കൊണ്ടൊന്നും അല്ല, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ നിന്നോട്ടെ എന്ന്. അത് ശരി, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ നിന്നോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ? അപ്പൊ അയാൾ പറഞ്ഞു, അച്ഛാ ഞാൻ വലിയൊരു സാമ്പത്തിക കടക്കെണിയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാർ വന്ന് എന്നെ പൊക്കിക്കൊണ്ടു പോകും. ഇപ്പം അല്ലാതെ തന്നെ വലിയ പ്രശ്നത്തിലാണ്. ഇപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒളിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അത് ഈ ധ്യാന കേന്ദ്രമാണ്. കേട്ടാ ഒളിച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ അതെന്നതാ,
അങ്ങനെ വീട്ടിൽ പോകാതെ അച്ഛാ 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 എന്നെ പറഞ്ഞു വിടല്ലേ, എനിക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല, ഞാൻ ഇവിടെ 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 നിന്നോളാം, ഇവിടെ നിന്നോളാം. അപ്പം ഞാൻ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ധ്യാനം കൂടിയില്ലേ, അപ്പം ധ്യാനം കൂടിയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഈ സാമ്പത്തിക കടബാധ്യത ഈശോയോട് പറഞ്ഞോ? ന്യായമായ ചോദ്യം, അതിനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ആഴ്ച മുഴുവൻ ധ്യാനം കൂടി. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, സത്യം പറയാമല്ലോ അച്ഛാ, അച്ഛനൊന്നും വിചാരിക്കരുത്, അച്ഛനൊക്കെ പ്രസംഗിച്ചതേ ഇങ്ങനെ കേട്ടു ഇങ്ങനെ പോയി, എനിക്കിവിടെ ഉറക്കം കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്നോട്ടെന്ന് ചോദിച്ചത്, അല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളത് കൊണ്ടൊന്നുമല്ല. ഞാൻ അച്ഛൻ ഇങ്ങനെ കേട്ടു അങ്ങനെ പോയി, അല്ലാതെ എനിക്കിതൊന്നും ധ്യാനമൊന്നും അത്ര ബാധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും വലിയ കടബാധതയുള്ളതായിട്ട് ഈശോയോട് പറയണ്ടേ, അതല്ല എൻ്റെ മര്യാദ, ഈശോയോട് പറയണ്ടേ. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, കുറച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ ഈശോയോട് ചോദിക്കാമായിരുന്നു. പിടികിട്ടിയോ? അപ്പം ഞാൻ ചോദിച്ചു, അതന്നെ അങ്ങനെ പറഞ്ഞ എൻ്റെ അച്ഛാ, ഇപ്പോൾ ഒരു 10-15 ലക്ഷമൊക്കെ ആണെങ്കിൽ ഈശോയോട് ചോദിക്കാം, ഒരു മര്യാദയില്ലേ? ഇതിപ്പോൾ 2.5 കോടിയാ. 2.5 കോടിയോ? അതെ അച്ഛാ, ഞാൻ ഇപ്പോൾ 2.5 കോടി രൂപയുടെ കടബാധ്യതയിലാണ്. ഇത് ഞാൻ ഈശോയോട് ചോദിച്ചില്ല, കാരണം ഒരു മര്യാദ വേണ്ട ചോദിക്കാൻ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ അച്ഛന്മാരൊക്കെ ഇവിടെ പ്രസംഗിച്ചു, ഇതൊക്കെ ഈ വഴി കേട്ടു ആ വഴി പോയി. എനിക്കിവിടെ ഉറക്കവും ഇല്ല, എനിക്കിവിടെ അസ്വസ്ഥതയാണ്, എനിക്കിവിടെ ഭയങ്കര ഭാരമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നിന്നോട്ടെ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, പരിഹാരമുണ്ടോ? അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് എനിക്ക് ഏതോ വലിയ ബിസിനസ്സിലെ ആളുകളെ പരിചയമുണ്ട്, അപ്പോൾ പരിഹാരം ഞാൻ ചെയ്തു കൊടുക്കും, അതായിരിക്കും ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് തെളിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എങ്ങനെ പരിഹാരം? ഞാൻ പറഞ്ഞു, ആ ചേട്ടാ ഇത് വളരെ സിമ്പിൾ. അപ്പോൾ പുള്ളി ചാടി അവിടെ ഇരുന്നു, അച്ഛാ എന്നെ സഹായിക്ക്, അച്ഛാ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് എൻ്റെ ഈ 2.5 കോടി എങ്ങനെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വളരെ നിസ്സാരം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇത് വളരെ നിസ്സാരം. അപ്പോൾ ആ പുള്ളിയുടെ കണ്ണ് തെളിഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വളരെ നിസ്സാരം. ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടും. പുള്ളി പറഞ്ഞു, ഏത് ചോദ്യം? ഞാൻ പറഞ്ഞു, ഏത്? നമ്മുടെ കയ്യിൽ ഐറ്റം ഇരിക്കുകയല്ലോ, ഏത്? ഞാൻ പറഞ്ഞു, ചേട്ടൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. പുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. അച്ഛന് ഞാൻ പറയണമല്ലോ മനസ്സിലാവുന്നുണ്ട്, 2.5 കോടി രൂപയുടെ കടബാധ്യതയും കൊണ്ട് നിൽക്കുന്ന ഒരുത്തനോടാണ് സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന്. അച്ഛനൊരു മര്യാദ വേണ്ടേ അച്ഛാ? അച്ഛൻ ഈ പറയുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്നതാണിത്? ഇത് എവിടെ ഇരിക്കുന്നു? എനിക്കൊന്നും ഇന്നവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹം കുറേ ദിവസം ആയല്ല പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇരിക്കി, നമുക്ക് സംസാരിക്കാം. അയാൾ പിന്നെ ശാന്തമായി. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ഈ 2.5 കോടി രൂപയുടെ കടബാധ്യത ഭാര്യയ്ക്ക് അറിയാമോ? ചോദ്യം. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. അവൾക്ക് കാര്യമായി അറിയത്തില്ല. ഉത്തരം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2.5 കോടി രൂപ ഭർത്താവ് കടം വരുത്തി വെച്ചിരിക്കുന്നു, ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പറയൂ, എന്ത് മനസ്സിലാക്കണം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. പരസ്പരം ഷെയറിംഗ് ഇല്ല, പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല. വളരെ അപകടം പിടിച്ച പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ശ്രദ്ധിച്ചോണം. ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല, കടം മുഴുവൻ വരുത്തി വെച്ചിരിക്കുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടാണോ ഉണ്ടായിരിക്കുന്നത്? അല്ല, നാളുകൾ കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നാളുകളായി ഇവർ തമ്മിൽ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയോ തുറന്ന് സംസാരമില്ല. ഞാൻ പറഞ്ഞു, ഭാര്യ അറിയണ്ടേ? ഭർത്താവിന് ഇങ്ങനെ കടബാധ്യതയുണ്ടെന്ന് ഭാര്യ അറിയണ്ടേ? അറിയുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഇപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും. 2.5 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് ഒറ്റയടിക്ക് കേട്ട് കഴിഞ്ഞാൽ ഏത് ഭാര്യ അച്ഛൻ അംഗീകരിക്കുന്നത്? ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഭാര്യ അറിയണം. ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഭാര്യ അറിയണം. ഇയാൾ തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞ്, അത് എനിക്ക് അവളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യും, അടുത്ത ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്നല്ലേ, ധ്യാനത്തിന് ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോവാം. ഇയാൾ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കടബാധ്യത മാറണം, പിന്നെ ഞാൻ ഇടപെടാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് പറഞ്ഞു, എന്നാ ശരി, ഞാൻ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഇയാൾ പോയി ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്നു. ധ്യാനം തുടങ്ങി. ധ്യാനത്തിന്റെ അവസാന ദിവസം ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പറയുന്നില്ല, മറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പോവാണ്.
ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭാര്യയുടെ കൈക്ക് പിടിച്ച് ധ്യാനമൊക്കെ കൂടി ഇരിക്കുന്ന ഭാര്യയാണല്ലോ. നേരെ മാതാവിൻ്റെ അവിടെ ഒരു ഗ്രോട്ടയുണ്ട്. ഗ്രോട്ടയുടെ മുമ്പിൽ പോയി ഇരുന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹൃദയം തുറന്ന് ഭാര്യയോട് സംസാരിക്കുന്നത്. മണിക്കൂറുകളിരുന്ന് വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതലുള്ള ഓരോരോ കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർ കരയുന്നുണ്ട്. ഭാര്യ മനുഷ്യന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വർത്തമാനങ്ങൾ, സങ്കടങ്ങളും ഭാരങ്ങളും ഇന്നോളം പറയാത്ത പല 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 കാര്യങ്ങളും പറഞ്ഞു വരുന്നതിനിടയിൽ കടബാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ 2.5 കോടി രൂപയുടെ കടബാധ്യതയെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ വേറെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവിന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന്റെ കൂട്ടത്തിൽ ഞാനുണ്ട് ചേട്ടാ, സമ്പത്തല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയോട് ഇയാൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഓടി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു വലിയ കല്ലെടുത്ത് മാറ്റി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഭാരം മാറി. ഞാൻ എൻ്റെ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞപ്പോ അവൾ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കേണ്ട, നമുക്കിത് കൈകാര്യം ചെയ്യാം. അച്ഛാ, സമാധാനായ അച്ഛാ, എൻ്റെ പ്രശ്നത്തിന് ഈ 2.5 കോടിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അച്ഛാ. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിച്ച് വിട്ടാൽ മതി, ഞങ്ങളത് കൈകാര്യം ചെയ്യും. ഞാനിവിടെ ഒളിച്ചു താമസിക്കുന്നൊന്നുമില്ല, ഞാൻ പോയി ജീവിക്കും. കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. കുറെ നാൾ കഴിഞ്ഞ് ഇവരുടെ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ 2 പേരും കൂടെ സങ്കീർത്തിയുടെ സൈഡിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യം? അച്ഛാ, കടം വീട്ടിൽ തീർന്നിട്ടില്ല, പക്ഷെ സമാധാനമുണ്ട്. ഭാര്യനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, സമാധാനമുണ്ട്, ഞങ്ങൾ ഇതിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ വീട്ടിൽ തീർത്തു, കുറച്ചൊക്കെ അതൊക്കെ നടക്കും അച്ഛാ, അതൊക്കെ നടക്കും. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഒരു ചോദ്യം സ്വയം ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടു തുടങ്ങിയത്. ഏതാ ചോദ്യം? പറ, മറന്നുപോയോ? ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട്? ഇതൊരു ചോദ്യമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയും. നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയും, ഉറപ്പ്. നിങ്ങൾ ഏത് വിഷയവും ചിന്തിച്ചോ. നിങ്ങൾ മക്കളും തമ്മിലുള്ള യുദ്ധം, മകന്റെ കാര്യം, മകളുടെ കാര്യം, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, പല പല ഇഷ്യൂസ് ഉണ്ട്. ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൽ നീ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വളർച്ച നിന്റെ ഉള്ളിൽ അനേകം ഉത്തരങ്ങൾ നൽകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കുരിശിൽ കിടന്ന ഈശോ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈ ഭൂമിയിൽ ഇത്രത്തോളം നിന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ നിന്റെ ഉള്ളിൽ നിനക്ക് വ്യക്തമായ ചില ബോധ്യങ്ങളിലേക്ക് എത്തും. നിന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് ത്രിത്വൈക ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ദൈവശാസ്ത്രപരമായി ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമുള്ള തീരുമാനം. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താ? ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ ചുരുക്കം ചിലർക്കെങ്കിലും ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യത്തിൽ എന്താ കാര്യം ഇരിക്കുന്നു? കാര്യമുണ്ട് ചേട്ടാ, കാര്യമുണ്ട് ചേച്ചി. നിങ്ങൾ സ്വയം ചോദിക്കൂ, ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്? നിന്റെ തൊട്ട് മുമ്പിൽ അതിനുള്ള ഉത്തരങ്ങൾ തെളിയും. 100,000 ഉത്തരങ്ങൾ തെളിയും. നിന്നെ ത്രിയേക ദൈവം വഴിതെളിക്കും. കാരണം സ്നേഹം സ്വീകരിച്ച് സ്നേഹം കൊടുക്കുന്ന വലിയ ഒരു കൾച്ചർ, ഒരു സ്വഭാവം, ഒരു ജീവിത ശൈലിയിലേക്ക് ത്രിയേക ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. ഓ ദൈവമേ, ഇന്നേ ദിവസത്തില് ത്രിയേക ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം,
പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയുന്ന ദിവസം. ഓ ദൈവമേ, സ്നേഹത്തിൽ വളരാനുള്ള വലിയ തീരുമാനം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പഠിക്കേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, യേശുവേ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പൗലോസ്ലീഹ നമുക്ക് നൽകിയ ആശംസയും ആശീർവാദവും കരങ്ങൾ കൂപ്പുക, ശിരസ് നമിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. മുട്ടുകുത്താം. പരിശുദ്ധ ആരാധനയുടെ സമയമാണ്. ഈ ആരാധന സമയം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു അഭിഷേകം, പുതിയൊരു കൃപ നമ്മുടെ കുടുംബത്തിലും ജീവിത വഴികളിലും നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ദൈവികാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്: എൻ്റെ ദൈവത്തെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ആ സ്നേഹബന്ധത്തിൽ എനിക്ക് ഏതെല്ലാം വഴികളിൽ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്? ദൈവത്തോടുള്ള സ്നേഹം, ഈ സ്നേഹം നീ പ്രകടിപ്പിക്കാറുണ്ടോ? അതോ ഉള്ളിൽ മാത്രം സ്നേഹമെന്ന് പറഞ്ഞ് നടക്കുവാണോ? സ്നേഹമാണെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്? ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാവും, പക്ഷെ ശ്രദ്ധിക്കണം. ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വഴിയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എത്രത്തോളം വിശ്വസ്തത ഞാൻ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കാണിക്കുന്നുണ്ട്? കൂദാശ അനുഷ്ഠാന ജീവിതം കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കുടുംബ പ്രാർത്ഥന എങ്ങനെയുണ്ട്? വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ദൈവസ്നേഹം അനുഭവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അതോ ലോക കാര്യങ്ങളിലാണോ നിന്റെ ശ്രദ്ധ? ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക്, വചനം വായനയ്ക്ക്, ജപമാല ചൊല്ലാൻ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്? ദൈവമേ, പല വഴികളിലും എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. എനിക്ക് ഒത്തിരിയേറെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. തെറ്റായ ചിന്തകൾ എൻ്റെ തലയിൽ എന്നെ ഭരിക്കുന്നുണ്ട്. ദൈവമേ, ആ സ്നേഹാനുഭവത്തിൽ എനിക്ക് വന്ന എല്ലാ വിള്ളലുകളും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാ വിള്ളലുകളും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. തുടർന്ന് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കണ്ണുകളടച്ച് സ്വയം ചിന്തിക്കുക. എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ടോ? അതോ സ്വയം ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം നശിച്ചതാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ഗുണമില്ല, എന്നെ കൊണ്ട് ഒരു ആവശ്യവുമില്ല, മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാണ്, ഞാൻ എന്തെല്ലാം ചെയ്താലും അത് നന്നാവില്ല, ഞാനൊരു ശാപമാണ്, ഞാനൊരു അബദ്ധമാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ നീ നിന്നോട് തന്നെ പുച്ഛത്തോടും അവജ്ഞയോടും കൂടെ ചിന്തിക്കുന്നുണ്ടോ? നിനക്ക് നിന്നോട് തന്നെയുള്ള സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? നിനക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റാത്ത വണ്ണം നീ വിഷമത്തിലാണോ? ദൈവമേ, ഈ ആരാധന സമയം എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധത്തെ വിശുദ്ധീകരിക്കാൻ കൃപ വേണം. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ അംഗീകരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ
അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം എനിക്ക് ബലം വേണം. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നീ ഓർക്കണം, അതിനെല്ലാത്തിലും പിന്നിൽ ദൈവത്തിൻ്റെ അതിശക്തമായൊരു പ്രവൃത്തിയുണ്ട്. ദൈവമേ, എൻ്റെ ജീവിതം നിന്റെ സമ്മാനമാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ അങ്ങനെ അറിഞ്ഞു, അങ്ങനെ വിശുദ്ധീകരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഈ ഭൂമിയിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവമേ, ഞാനത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. തുടർന്ന് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിക്കുക, ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരുടെ ജീവിത വഴികളോട് ബന്ധം നിലനിർത്താനുള്ളതാണ് ഈ ഉയർത്തിപ്പിടിച്ച കൈകൾ. കണ്ണുകളടച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നിന്റെ മറ്റുള്ളവരോടുള്ള ബന്ധം? ആദ്യം തന്നെ നിന്റെ കുടുംബത്തിലെ ബന്ധത്തെ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വഴികളിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ സംസാരമോ പ്രവൃത്തിയോ വഴി മറ്റുള്ളവരോട് കുടുംബത്തിലെ ബന്ധത്തിന് സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കർത്താവേ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാരണം ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, കരയുന്നുണ്ടോ? നമ്മൾ ആരെയെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റുള്ളവരെ പരിഗണിക്കേണ്ട, സ്നേഹിക്കേണ്ട നിമിഷങ്ങളിൽ അവരെ വെറുത്തു മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മുടെ സ്വാർത്ഥപരമായ കാര്യം കൊണ്ട് ആരെയെങ്കിലും നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ? ഈ ശുശ്രൂഷ അവസരത്തിൽ ആ മേഖലകളെ സമർപ്പിക്കുക. നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ നിറവേറ്റുന്നുണ്ടോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ എങ്ങനെയാണ് കുടുംബത്തിൽ നീ പെരുമാറുന്നത്? ദൈവമേ, എൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നിൽ ഇടപെടണം. എൻ്റെ ഉള്ളിൽ സ്നേഹം വേണം. ഈ സ്നേഹത്താൽ എനിക്ക് ജ്വലനം വേണം. പ്രത്യേകിച്ച് അയൽവാസികളോട് നീ എങ്ങനെ പെരുമാറുന്നു? അയൽവാസികളോട് അവരോട് സ്നേഹമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ വെറുപ്പ്, വൈരാഗ്യം, കോടതി കേസ്, അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? ഇടവകയിൽ എങ്ങനെയുണ്ട്? ജോലി സ്ഥലത്ത് എങ്ങനെയുണ്ട്? നിന്റെ സ്നേഹ അനുഭവങ്ങൾ സംഭവിച്ച എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കണം. കർത്താവേ, ഈ ശുശ്രൂഷ അവസരത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഞങ്ങൾക്ക് വേണം. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നേഹം റോമാലേഖന 5-ാം അധ്യായം 5-ാം തിരുവചനം, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, അയൽവാസികളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ചില അനുഭവങ്ങൾ നിനക്കുണ്ടാവും. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നിന്നിലേക്ക് ഒഴുകുന്ന സമയം ഇതാ വചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹം ഒഴുകും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ നിനക്ക് പ്രചോദനം ലഭിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആബാ പിതാവേ എന്ന് വിളിക്കാൻ പ്രചോദനം ലഭിക്കുന്നവർ അങ്ങനെ വിളിക്കണം. ഈശോയെ എന്ന് വിളിക്കാൻ കൃപ ലഭിക്കുന്നവർ അങ്ങനെ വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ കൃപ ലഭിക്കുന്നവർ അങ്ങനെ വിളിക്കണം. നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ അതുപോലെ പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ മൈറ്റി പവർ, മൈറ്റി പ്രസൻസ് ഇവിടെ നിൽക്കുന്നു, ഇവിടെ ആയിരിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നിനക്ക് സ്നേഹം നൽകി അനുഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്വരമുയർത്തി ഈശോയേന്ന്, ആബാപിതാവേന്ന്, പരിശുദ്ധാത്മാവേന്ന്, പോരാ 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 പോരാ, നാവ് തുറന്ന് വിളിക്കട്ടെ. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നൊരു ഭാഷാവരത്തിൽ വിളിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ. പോരല്ലോ, ദാഹത്തോടെ വിളിക്കട്ടെ. സ്വരമുയർത്തി ദാഹത്തോടെ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കൃപ ചൊരിയപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. എല്ലാവരും കൈകളടിച്ചേ, നന്നായിട്ട് കൈയടിച്ച പോരാ, ശക്തിയോട്. ആമേൻ. യെസ്, ആഗ്രഹിക്കണം. ആബാപിതാവേ എന്ന്, പരിശുദ്ധാത്മാവേ, പുത്രനായ യേശുവേ എന്ന് സ്നേഹിച്ച് കൈയടിച്ചോ ശക്തിയോട്.
പരിശുദ്ധാത്മാവേ ആമേൻ. പാവനാത്മാവേ യേശുവിനാത്മാവേ യേശുവിനാത്മാവേ ആമേൻ. എന്നിൽ നിറയണമേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ യേശുവിനാത്മാവേ എന്നിൽ നിറയണമേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ യേശുവിനാത്മാവേ എന്നിൽ നിറയണമേ. എല്ലാവരും പാവനാത്മാവേ യേശുവിനാത്മാവേ എന്നിൽ. തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ പഠിക്കേ. കാറ്റായി മഴയായി ചേർന്ന് ചേർന്ന്. തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ. പഠിക്കേ. മഴയായ എന്നിൽ പെയ്യണമേ. ആമേൻ. തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ. തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ശക്തിയോടെ കൈയടിച്ചേ. നമ്മൾ ഇങ്ങനെ കൈയടിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വലിയ സ്നേഹത്തിന്റെ സൗഖ്യം ഒഴുകും. കാലങ്ങളായിട്ടുള്ള രോഗപീഠകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എടുത്തു മാറ്റപ്പെടും. ഇതാ വലിയ ദൈവ സ്നേഹം നിന്നിലേക്ക് ചൊരിയപ്പെടും. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ ലഭിക്കും. പാരമ്പര്യ രോഗങ്ങളെ ദൈവിക ശക്തിയാൽ എടുത്തു മാറ്റപ്പെടും. നിന്റെ മനസ്സിലെ ഭാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ ഓർത്തോർത്തുള്ള ദുഃഖത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവിക ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. നന്നായിട്ട് കൈയടിച്ച് പോരാ 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 പോരാ. നന്നായിട്ട് കൈയടിച്ചേ ശക്തിയോടെ. ആമേൻ. യെസ്. ദ മൈറ്റി പവർ, ദ മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. വലിയ ദൈവ അഭിഷേകം സംഭവിക്കട്ടെ. പോരാ 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 പോരാ. The mighty power, the mighty anointing ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്നു. ഓരോ വ്യക്തിയുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. അത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. കൃപയ്ക്കുമേൽ കൃപ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചോ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ പരിശുദ്ധ അൽത്താരം നിനക്ക് സമ്മാനിക്കുന്നത് പുതിയ കൃപയാണ്, പുതിയ അഭിഷേകമാണ്, പുതിയ ശക്തിയാണ്. ഈ അൽത്താരം നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അൽത്താരയിൽ നിന്ന് കടന്നു വരുന്ന ദൈവശക്തി എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കണം. കർത്താവ് ഇപ്പോൾ ഇതിൻ്റെ മേൽ സംഭവിക്കുകയാണ്. പലവിധ രോഗപീഠകളുള്ളവർ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ ശരീരത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അത്ഭുതകരമായ കൃപകളാണ്. വിശ്വസിച്ചത് പ്രാർത്ഥിച്ചു. കാലിൽ രോഗപീഠ മുറിവുണ്ടായി നാളുകളായി, അത് പഴുത്ത് നാളുകളായി, പലതരത്തിൽ അതിനെ ഒന്ന് മുറിവ് സൗഖ്യപ്പെടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ കർത്താവ് അപ്രകാരം മുറിവുള്ള ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തി ആ വ്യക്തിക്ക് അത് ഒരു അടയാളമായിട്ട് അനുഗ്രഹിക്കുന്നു. മീന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകര്, ഒന്നോ രണ്ടോ പേരല്ല, അനേകരെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. കുടുംബത്തിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കുന്നു. സ്നേഹിക്കാനുള്ള കൃപ കിട്ടുന്നു. ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അനേകരുടെ ഉള്ളിൽ വലിയ ദൈവ സ്നേഹം നിറയുന്നു, സ്നേഹം നിറയുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങയുടെ കൃപയാൽ, ആബാപിതാവേ, അങ്ങയുടെ വലിയ സ്നേഹാനുഭവത്താൽ, പരിശുദ്ധാത്മാവേ, ആ വലിയ കൃപയാൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
അസ്വസ്ഥപ്പെടേണ്ട. കർത്താവ് ചിലരുടെ ചെവിയിൽ വന്ന് പറയുന്നു, അസ്വസ്ഥപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, 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 നിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുന്നു. ഭാരപ്പെടേണ്ട, നിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുന്നു. നീ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ നിറയുന്നു. വിശ്വസിക്കുന്നവര് നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക. വിശ്വസിക്കുക, എൻ്റെ ദൈവം സ്നേഹം നൽകി എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹമാണ് ഏതൊരു പ്രതിസന്ധിക്കും ഉത്തരം. മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. കൈകളൊന്ന് കൂപ്പിക്കേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചേർന്ന് പാടി ആശീർവാദം സ്വീകരിക്കുന്നു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും